ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ വർഷയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, മോളെ വർഷ, ഞാൻ സച്ചിക്ക് വേണ്ടിയിട്ട് മോളോട് മാപ്പ് ചോദിക്കുന്നു. ശ്രീകാന്തുമായിട്ട് മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയാണ്. അത് കേട്ടാൽ നമ്മുടെ വർഷയാണെങ്കിൽ പറയാണ്, ആൻറ്റി എനിക്കിപ്പോൾ നല്ല രീതിയിൽ വെള്ളം ദാഹിക്കുന്നുണ്ട്. ഞാൻ വെള്ളം കുടിക്കുന്നതിന് പകരം ആൻറ്റി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദാഹം മാറുമോ? എന്തായാലും ഞാൻ ശ്രീകാന്തിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. പിന്നീടാണെങ്കിൽ വർഷയുടെ അമ്മയാണെങ്കിൽ ഈ വർഷയെടുത്ത് പറയുകയാണ്, മോളെ ചന്ദ്രമതി ഫോൺ ചെയ്തിട്ട് നിന്നോട് സംസാരിച്ചപ്പോഴേ എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു, നീ ഇനി ശ്രീകാന്തുമായിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുമെന്ന്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാണ്, ഓ സച്ചിയുടെ പോലുള്ള ഒരു കുടിയനുള്ള ഒരു വീട്ടിൽ ആരെങ്കിലും പോവോ എൻ്റെ പൊന്നാര മോളെ, നീ എന്തായാലും ശ്രീകാന്തുമായിട്ട് ഇവിടെ തന്നെ നിന്നോന്ന് പറയാൻ കേട്ടോ. ഈ സമയം ഭാമയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അവളും അവനും അവിടെ സ്ഥിര താമസമാക്കും, പിന്നെ ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ രവിവേട്ടനാണെങ്കിൽ സച്ചിയോട് പറയണ്ട, ആ സച്ചി ശ്രീകാന്തിനെ വിളിക്കണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, അച്ഛാ അതിന് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛാ എന്ന് പറയാൻ കേട്ടോ. ഓ ഞാനത് മറന്നു, അവൻ പോയില്ലോ അല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.